അപ്പോൾ ചോറൊക്കെ ബാക്കി വന്നാലുണ്ടല്ലോ ഇങ്ങനെ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കിട്ടോ. ചോറൊക്കെ ബാക്കി വന്നാൽ വെറുതെ കളയല്ലേ കേട്ടോ. ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കി അടിപൊളി കിടിലം റെസിപ്പിയാണ്. അപ്പോൾ കുഞ്ഞിക്കലത്തപ്പം എന്ന് പറയട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ എല്ലാവരും കാണണേ. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് ശർക്കര പാനി തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ അതിലോട്ട് ഞാനിതാ ഒരു അച്ച ശർക്കരയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എൻ്റെ കൈ ആകെ ഒരു അച്ച ശർക്കര ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് ഞാൻ പാകത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടിയും ചേർത്തിട്ടാണ് ഞാൻ ഇവിടെ ശർക്കര പാനി തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അങ്ങനെ ശർക്കര പാനി റെഡി ആവട്ടെ. ഇതിനായിട്ട് ഞാനിതാ ബാക്കി വന്ന ഒരു കപ്പ് ചോറ് വെച്ചിട്ടാണ് ഇവിടെ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണോ അത്രത്തോളം അതിൻ്റെ അളവും കൂട്ടാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ റവയും 1 കപ്പ് മൈദപ്പൊടിയും 2 ഏലക്കയും 1 ടീസ്പൂണ് വലിയ ജീരകമല്ല ചെറിയ ജീരകം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ശർക്കരപ്പാനി 1 കപ്പ് ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുത്ത് 1 സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്നൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ അതാ ഞാൻ മാവൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് മാവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം, വെള്ളം ഏറാനും പാടില്ല ഇതാകാനും പാടില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കി എടുക്കാം. ഇതിലോട്ട് ഞാൻ ലേശം അപ്പസോഡയും പാകത്തിന് ഉപ്പും കൂടി ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ തേങ്ങ ഇതിലോട്ടൊന്ന് വറുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യിലും തേങ്ങ വറുത്തെടുക്കാം. പിന്നെ അവിടെ വെളിച്ചെണ്ണയിലാണ് തേങ്ങ വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട് തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വറുത്തെടുത്ത തേങ്ങ ഒന്ന് ഈ മാവിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനത്തെ സെയിം ചീനച്ചട്ടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് അതിലോട്ട് ഞാനിവിടെ വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞാട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എന്നിട്ട് നമ്മൾ മാവ് ഒരു കയ്യിൽ മാവ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 10-15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കുഞ്ഞി കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറൊക്കെ ബാക്കി വന്നാൽ നമ്മൾ വേസ്റ്റിലോട്ട് തട്ടാറില്ലേ. അപ്പോൾ ചോറൊന്നും ബാക്കി വന്നാൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കും കേട്ടോ. അടിപൊളി നമുക്ക് കുഞ്ഞിക്കലത്തപ്പം നമുക്ക് റെഡിയാക്കാവുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ സ്നാക്സിനും കുട്ടികൾക്ക് സ്കൂൾക്ക് സ്നാക്സൊക്കെ ആയിട്ട് കൊടുത്തു വിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് ഞാനിത് സ്കൂളിലേക്ക് സ്നാക്സായിട്ട് ഞാനിത് കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണണേ. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഓക്കെ ബൈ, താങ്ക് യു.